ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ഇന്നലത്തെ മാച്ചിൽ ജയ്സ്വാളുമായിട്ട് ഇംഗ്ലണ്ട് താരം ബാഷിർ തല്ലുണ്ടാക്കാൻ വന്നിരിക്കുകയാണ്. രണ്ടുപേരും പരസ്പരം കൊമ്പ് കോർക്കുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ജയ്സ്വാളിനെ ഔട്ടാക്കാൻ ഇംഗ്ലണ്ട് പലവിധ തന്ത്രങ്ങൾ പ്രയോഗിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. ജയ്സ്വാൾ ഡബിൾ സെഞ്ചുറി അടിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇംഗ്ലണ്ട് ടീമിന് നല്ല ചുരുക്ക് ജയ്സ്വാളിനോടുണ്ട്. അതുകൊണ്ട് അവർ ജയ്സ്വാളിനോട് തല്ലുണ്ടാക്കി താരത്തെ ഔട്ടാക്കാനുള്ള പദ്ധതിയായിരുന്നു. ഇന്നലത്തെ മത്സരത്തിലാണ് ജയ്സ്വാളും ബാഷിറും തമ്മിൽ ആ പ്രശ്നമുണ്ടായത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ 396 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. ജയ്സ്വാൾ 250 റൺസ് എടുത്താണ് ഇന്ത്യക്ക് കൂറ്റൻ ടാർഗറ്റ് സമ്മാനിച്ചത്. ജയ്സ്വാൾ കളിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ പെട്ടെന്ന് തന്നെ ഓൾ ഔട്ട് ആയേനെ. പിന്നീട് ഇന്ന് ഇംഗ്ലണ്ട് ഫസ്റ്റ് ഇന്നിങ്സിൽ 253 റൺസിൽ ഓൾ ഔട്ടായി. ഇന്ത്യ സെക്കൻഡ് ഇന്നിങ്സ് ആരംഭിച്ചിട്ടുണ്ട്. ജയ്സ്വാളും രോഹിത് ശർമ്മയുമാണ് ഇന്ന് സ്റ്റംപ് എടുക്കുമ്പോൾ ക്രീസിലുള്ളത്. ഇന്നലെ ജയ്സ്വാളും അശ്വിനും ക്രീസിലുള്ളപ്പോഴാണ് ആ സംഭവം നടന്നത്. ജയ്സ്വാളിനെതിരെ ബാഷിർ രംഗത്തെത്തി. ഇംഗ്ലണ്ട് ടീമിലേക്ക് വന്ന പുതിയ താരമാണ് ഷോയിബ് ബാഷിർ. ബാഷിർ ജയ്സ്വാളിനെ ഔട്ടാക്കാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ താരത്തിന് അതിന് സാധിച്ചില്ല. പിന്നീട് ജയ്സ്വാൾ അടിച്ചു കളിച്ചു. ശേഷം 92ാമത്തെ ഓവറിലാണ് ബാഷിർ വീണ്ടും രംഗത്തെത്തിയത്. താരം എറിഞ്ഞൊരു ബോള് ജയ്സ്വാളിന്റെ കയ്യിൽ തട്ടി. ജയ്സ്വാളിന് കൈന് ശരിക്കും പരിക്കായി. ഇത് കണ്ട് ബാഷിർ ജയ്സ്വാളിനെ നോക്കി ചിരിച്ചു. ബാഷിർ ജയ്സ്വാളിനെ കളിയാക്കി. ഇത് കണ്ട് അശ്വിനും രംഗത്തെത്തി. ജയ്സ്വാൾ ബാഷിറുമായിട്ട് കൊമ്പ് കോർത്തു. ഇത് കണ്ട് അമ്പയർ ഇടപെട്ടു. അശ്വിനും അമ്പയറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 3 പേരും തമ്മിൽ അടിയായി. കളി കൈവിട്ടെന്നറിഞ്ഞപ്പോൾ ജയ്സ്വാളിനെ മാനസികമായി തളർത്താനായിരുന്നു ഇംഗ്ലണ്ടിന്റെ പദ്ധതി. പക്ഷേ അത് വിജയിച്ചില്ല. ജയ്സ്വാൾ ഒടുവിൽ ഡബിൾ സെഞ്ചുറി അടിക്കുകയും ചെയ്തു. എങ്കിലും ബാഷിറും ജയ്സ്വാളും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.